VDക്കാണ് ഫുൾ പവർ വിൻഡോ വരുന്നത്. ഇത് നമുക്ക് ലാസ്റ്റ് 1,55,000 രൂപയാണ്. ഗ്ലാസ് മാറാതാണെന്നുണ്ടെങ്കിൽ 1,50 കൊടുത്തേക്കാം. 1,50. അല്ല നീറ്റ് വണ്ടി 28 വരെ പേപ്പറുണ്ട് ഡീസൽ. ഇത് 12 മോഡൽ സാൻഡ്രോ സിംഗ് ആണ്. 12 മോഡല്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നിനകത്തേ ഓടിയിട്ടുള്ളൂ. ഇത് 2008 വണ്ടിയാണ്. മാരുതിയുടെ XS4 എന്ന് പറയും. ZXi ആണ്. ടോപ്പ് വണ്ടിയാണ്. 9 ലക്ഷത്തി സംതിങ് രൂപ പുതിയതിനന്ന് വില വരുന്ന വണ്ടിയാണ്. ഇത് 2011 LXi ആണ്. AC പവർ സ്റ്റിയറിങ്, 2 ഡോർ പവർ വിൻഡോ, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 2006 LXi ആണ്. പെട്രോൾ, AC പവർ സ്റ്റിയറിങ് വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. വാച്ച് വർക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല. 26 ലാസ്റ്റ് വരെ പേപ്പർ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ എന്ന് പറയുമ്പം പുനലൂർ എന്ന് പറയുന്ന ഭാഗത്താണ് വന്നിരിക്കുന്നത്. പുനലൂർ കുന്നിക്കോട് എന്ന് പറയും. അതായത് പുനലൂർ വരെ എത്തണ്ട, അതിന് മുമ്പ് കുന്നിക്കോട് എന്ന് പറയുന്ന ഭാഗത്ത് ആവണീശ്വരം മുസ്ലിം ജമാഅത്ത് പച്ചിലപ്പള്ളി എന്ന് പറയുന്ന പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഗ്രാൻഡ് പ്രിക്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. പിന്നെ ഒരു 65,000 രൂപ തൊട്ടൊക്കെ നോക്കുന്ന എല്ലാത്തരം പ്രഷർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. എന്നാൽ 5-5.5 ലക്ഷം വരെ പോകാവുന്ന വണ്ടികളും കിടപ്പുണ്ട്. ഒരു 10-27 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയുടെ അടുത്താണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്നിത് ആദ്യമായിട്ടാണ് കണ്ടുപിടിച്ചതെന്ന് മാത്രം. അപ്പോൾ ഒരുപാട് സാധാരണക്കാർ കുറഞ്ഞ വിലയുള്ള വണ്ടികൾ പ്രതീക്ഷിച്ച് വീഡിയോകൾ കാണുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള നമ്മളെ അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ കണ്ടുപിടിച്ചൊരു കടയാണ്. അപ്പം ഈ ഏരിയയിലെ ഒരു അത്യാവശ്യം വില മാന്യവും വളരെ മിതമായ വിലയ്ക്കോ വണ്ടികൾ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികളുടെ വിശേഷങ്ങളും കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഉതകുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് 1 ലക്ഷം രൂപ തൊട്ടുള്ള വണ്ടികളാണ്. 65,000 രൂപയുടെ വണ്ടി ചെറിയ ടച്ച് ആൻഡ് പോളിഷ് പരിപാടിയൊക്കെ ആയിട്ട് വെളിയിലാണ്. അതുകൊണ്ട് 800 അത്. അപ്പം 1 ലക്ഷം രൂപ തൊട്ട് മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ നല്ലൊരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറയുന്ന ഷോപ്പാണത്. ഇത് കുന്നിക്കോട് ആവണീശ്വരം മുസ്ലിം ജമാഅത്തിൻ്റെ ഫ്രണ്ടിലാണ് ഷോപ്പുള്ളത്. നമ്മൾ 10-25 വർഷമായിട്ട് വണ്ടി ഫീൽഡിലുള്ളതാണ്. വേറെ ഷോപ്പുണ്ടായിരുന്നു. ഇതിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. വണ്ടി വേറെയും നമ്മുടെ കയ്യിൽ വണ്ടികൾ കിടപ്പുണ്ട്. സർവീസിനൊക്കെ ഇട്ടേക്കാണ്. മാക്സിമം നമ്മൾ വില കുറച്ചാണ് കൊടുക്കുന്നത്. വലിയ വണ്ടിയൊക്കെ കൂടുതൽ തമിഴ്നാട്ടിലേക്കാണ് കൊടുക്കുന്നത്. NOC എടുത്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് തമിഴ്നാട് കസ്റ്റമറുണ്ട്. വണ്ടി കൂടുതൽ നമ്മൾ വില കുറഞ്ഞ വണ്ടിയാണ് കൂടുതലുള്ളത്. 3 ലക്ഷം രൂപയ്ക്കകത്തുള്ള വണ്ടിയാണ് കൂടുതൽ നമ്മുടെ കസ്റ്റഡിയിലുള്ളത്. കസ്റ്റമർ ബന്ധപ്പെട്ട ബാക്കി നേരിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇക്കടുത്ത് ഞാൻ വന്നപ്പോഴേ 65,000 രൂപ തൊട്ടുള്ള വണ്ടികളുണ്ടെന്ന് പറഞ്ഞാൽ, പക്ഷേ ആ വണ്ടി ഇപ്പോൾ നമ്മളിത് കാണിക്കുന്നത് 65,000 രൂപയുടെ വണ്ടി നമ്മൾ ടച്ചും പോളിഷും ചെയ്യാൻ കൊടുത്തേക്കാണ്. 5 വർഷത്തെ പുതിയ പേപ്പറുള്ള മാരുതി 800 MBFI AC വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടിയാണ്. ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പുതിയ 5 വർഷത്തെ പേപ്പർ എടുത്ത് കൊടുക്കും. വേറെ ആൾട്ടോ കിടപ്പുണ്ട്. LXi 2014 നീറ്റ് ക്ലീൻ വണ്ടി. ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത 1 ലക്ഷത്തിനകത്തോടിയ ആൾട്ടോ കിടപ്പുണ്ട്. അതാകുമ്പോഴത്തേനും നമുക്ക് ഒരു 1,10 കൊടുക്കാം. 1,10. കളർ ഏതാ? കളർ സിൽവർ കളർ. പിന്നെ 4x4 താർ ജീപ്പ് 13 കിടപ്പുണ്ട്. AC പവർ സ്റ്റിയറിങ്, 5 പുത്തൻ ടയർ വരുന്ന താർ ജീപ്പ്. അതാകുമ്പോഴത്തേനും 5,50,000 രൂപ. 4x4 ആണ്. സെക്കൻഡ് ഓണർ. 1 ലക്ഷം സംതിങ് കിലോമീറ്ററേ ഉള്ളു. ബാക്കൊക്കെ ഹാർഡ് ബോഡി ആക്കിയതാണ് താർ ജീപ്പ്. പിന്നെ നമ്മുടെ കസ്റ്റഡിയിൽ വേണ്ടി കസ്റ്റമറെ കിടക്കുന്ന വണ്ടികൾ കുറേ ഉണ്ട് നമ്മൾ എടുക്കാത്ത. അത് നമുക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ കസ്റ്റമറെ ആയിട്ട് ബന്ധിപ്പിച്ച് കൊടുക്കും. ഇത്ര ഇന്ന വണ്ടി വേണമെന്ന് പറഞ്ഞാൽ അവർ എമൗണ്ടും പറഞ്ഞാൽ ആ എമൗണ്ടിനുള്ള വണ്ടി നമ്മൾ കസ്റ്റമറെ ബന്ധപ്പെടുത്തി കൊടുക്കും. അവർക്ക് നേരിട്ട് വില സംസാരിച്ചെടുക്കാം. വണ്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ മൊത്തം കൊടുക്കും നമ്മൾ. അതിവിടെ വരുന്നത് വിൽക്കാൻ വേണ്ടി വരുന്നത്. നമ്മൾ എടുക്കാത്ത കുറേ വണ്ടികൾ കാണും. പാർക്ക് ആൻഡ് സെയിലായിട്ട് വന്നാലും വണ്ടി നമ്മളിവിടെ എടുത്തിടത്തില്ല. ലിസ്റ്റ് മേടിക്കും. ആയിട്ട് നമ്മളൊരു ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നമുക്ക് ഇൻട്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കാം. 2012 മോഡൽ ബീറ്റ് ഡീസലാണ് വണ്ടി. ഓണർഷിപ്പ് 3. ഒന്നിനകത്തെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇത് ഫൈനൽ റേറ്റ് എന്ന് പറയുന്നത് 95,000 രൂപയ്ക്ക് കൊടുക്കാമോ? 95,000. 20-25 മൈലേജ് കിട്ടും. AC പവർ സ്റ്റിയറിങ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം ഉണ്ട്. സ്റ്റീരിയോ എടുത്ത് മാറ്റിയാണോ? ഏതാ? സ്റ്റീരിയോ ഇല്ല, നേരത്തെ ഇല്ല. കസ്റ്റമർ എടുത്ത് മാറ്റിയായിരിക്കും തന്നവരെ. ഓക്കെ. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ കൊള്ളാം. അതൊക്കെ വൃത്തിയുണ്ട്. 2012 മോഡൽ.
വണ്ടി വൃത്തിയാണ്, വണ്ടി കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇഞ്ചൻ മെക്കാനിക്കൽ എല്ലാം ഓക്കെയാണ്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് ഒന്നുമില്ല. ഈ വണ്ടി ഓവറോൾ കണ്ടീഷൻ തന്നെയല്ലേ? ആണോ, ഫുൾ കണ്ടീഷനാണ്. ബാക്ക് സൈഡ് നോക്കിയാലും ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്, സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ ഒരു രീതിയിൽ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്. ടയേഴ്സ് ആണെങ്കിൽ ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. അതേപോലെ പെയിൻറ്റിങ് വർക്കിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും വലിയ ഫെയ്ഡ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതേപോലെ തന്നെ പിന്നെ പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ബോഡി ഷേപ്പ്, വണ്ടിയുടെ ബോഡി ഷേപ്പിനും യാതൊരു തര കുഴപ്പങ്ങളും വന്നിട്ടില്ല. ഇതിങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം എല്ലാ ടയേഴ്സും ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. എൻജിൻ റോ നോക്കുകയാണെങ്കിലും അപ്രോൺ സൈഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഓരോ വണ്ടി കാണാനൊക്കെ നല്ല നീറ്റാണ്. എത്ര 95 അല്ലേ? 95,000 രൂപ. ഇത് 2011 LXi ആണ്. AC പവർ സ്റ്റിയറിങ്, 2 ഡോർ പവർ വിൻഡോ, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. സെക്കൻഡ് ഓണർ, 77,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്ററാണ്. അലോയ് വീൽ ഉണ്ട്, 4 അലോയ് വീലുണ്ട്. യാതൊരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. 77,000 കിലോമീറ്റർ. ഇതാകുമ്പോൾ ലാസ്റ്റ് ഫൈനൽ റേറ്റ് എന്ന് പറയുമ്പോൾ 1,40,000 കൊടുക്കാം. 1,40,000? 1,40,000 രൂപ ലാസ്റ്റ് ആണോ? പിന്നെ കുറയില്ല? ഇല്ല. ഫൈനൽ റേറ്റ്. ഒരു ബാർഗനിങ് ഇല്ല അതിൽ? ഇല്ല. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല നീറ്റാ. വേറെ പണിയോ മെക്കാനിക്കൽ കംപ്ലൈൻറ്റുകളോ ഒന്നുമില്ല. സീറ്റ് കവേഴ്സ് ഇച്ചിരി മോശമാണ്. അത് സീറ്റ് കവർ അഴുക്കൊക്കെ ആയിട്ട് അങ്ങനെ വല്ല വന്നായിരിക്കും, അല്ലെങ്കിൽ ഉപയോഗിച്ച് പഴകിയതിൻ്റേതായ ചെറിയൊരിതുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ അടിച്ചിട്ടുണ്ട്. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. കളർ ഫേഡ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും വന്നിട്ടില്ല. ഓരോ വണ്ടി കാണാനൊക്കെ കൊള്ളാം. ബാക്ക് സൈഡ് ഡിക്കി ഈ ഭാഗം മാറിയിട്ടുണ്ടോ? ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല. 1,40,000 അല്ലേ? 1,40,000 ലാസ്റ്റ്. 1,40,000 ലാസ്റ്റ്. വാഗണർ 2011 LXi വണ്ടിയാണ്. ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഡിക്കിയുടെ സൈഡ് ചെറുതായിട്ട് അടിഭാഗം കൊണ്ട് ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓണർഷിപ്പ് 4 92,000 കിലോമീറ്റർ. 92 ഓടി. AC പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ, സെൻട്രൽ ലോക്കും എല്ലാം ഉണ്ട്. വണ്ടി വില ലാസ്റ്റ് 1,80,000 കൊടുക്കാം. 1,80,000? ഏത് വർഷമായിരുന്നു? 2011 വണ്ടി. 11 LXi. വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. ടയർ 4 പുത്തൻ ടയേഴ്സാണ് കിടക്കുന്നത്. 1,80,000 അത് ലാസ്റ്റ് പ്രൈസ് ആണ്. ഈ 1,80,000 4 പുത്തൻ ടയറാണ്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. എവിടെയാ ഈ ഡിക്കി ഭാഗം ചെറിയ കംപ്ലൈൻറ്റ്? അടിവശം കൊണ്ട്. അടിവശമാണല്ലേ? അത് നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. 4 ടയറും അത്യാവശ്യം നല്ല ടയേഴ്സും കാര്യങ്ങളും കിടപ്പുണ്ട്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ബോഡി കാര്യങ്ങളൊന്നും വേറെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും കാണുന്നില്ല. വേറെ മെയിൻ്റെനൻസ് ഒന്നുമില്ല. മെക്കാനിക്കൽ മെയിൻ്റെനൻസോ വേറെ പണിയോ ഒന്നുമില്ല. എല്ലാ വണ്ടി AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വർക്കിംഗ് ആണ്. ആണോ? ഇത് 2008 വണ്ടിയാണ്. മാരുതിയുടെ XS4 എന്ന് പറയും. ZXi ആണ്. ടോപ്പ് വണ്ടിയാണ്. 9 ലക്ഷത്തി സംതിങ് രൂപ പുതിയതിനന്ന് വില വരുന്ന വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ABS ബ്രേക്ക്, എയർ ബാഗ്, അലോയ് വീല് എല്ലാം വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഡുവൽ എയർ ബാഗ് ആയിരുന്നില്ലേ? 3rd ഓണറാണ്. നമുക്കിത് ഫൈനൽ 1,35,000 കൊടുക്കാം ലാസ്റ്റ് വില. ഇത് മൈലേജ് എന്താ കാണും? ഇത് മൈലേജ് ആവറേജ് ഒരു 13-14 മൈലേജ് കിട്ടും. വണ്ടി ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. വേറെ ഒരു പണിയില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. പുതിയ ബാറ്ററി. വണ്ടി കാണാനൊക്കെ നല്ല നീറ്റാണ്. അതുപോലെ ബോഡി ഷേപ്പ് വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ കളർ ഫെയ്ഡ് കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഓവറോൾ വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. ഇത് ഏത് വർഷമായിരുന്നു? 8 വണ്ടി, 28 വരെ പേപ്പർ. 28 വരെ ഉണ്ട്. 4 പുത്തൻ ടയറുണ്ട്, അലോയ് വീല്. 2006 LXi ആണ്. പെട്രോള്, AC പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പാച്ച് വർക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല. 26 ലാസ്റ്റ് വരെ പേപ്പർ. കമ്പനി സീറ്റാണ് ഇപ്പോഴും കിടക്കുന്നത്. ഇതിൻ്റെ സ്റ്റീരിയും കാര്യങ്ങളൊക്കെ എടുത്തേക്കോ? സ്റ്റീരിയോ ഇല്ല. വെച്ച് കൊടുക്കൂ? ഇല്ല. ഇതൊക്കെ ഇപ്പോൾ 1000 രൂപയൊക്കെ വിലയേ ഉള്ളൂ USB സ്റ്റീരിയോയ്ക്ക്. ഇതാകുമ്പോഴത്തേന് നമുക്ക് 1,35,000. നല്ല വണ്ടി. അഹോക്ക് ഒറിജിനാലിറ്റി ഈ കിടക്കുക. സീറ്റ് കവേഴ്സ് കാര്യങ്ങളില്ല. സീറ്റ് കമ്പനി സീറ്റാണ് കിടക്കുന്നത്. കമ്പനി സീറ്റാണ് കിടക്കുന്നത്. പക്ഷേ ഫ്രണ്ട് 2 പുത്തൻ ടയറുണ്ട്. വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
AC-യും പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. 135. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. ഇടിയൊന്നും മേടിച്ചിട്ടില്ല, അല്ലാതെ മാറിയത്. എല്ലാം മാറിയതാണ്. ഓക്കെ. ബാക്ക് ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ് കാര്യങ്ങളുണ്ട്. ഫ്രണ്ട് പുത്തൻ ടയറാണ്. ഇവിടെ ചെറിയൊരു പെയിൻറ്റിങ്ങിൻ്റെ വർക്കുണ്ടല്ലേ? ആ, അതുണ്ട്. അല്ല, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എത്ര ചോദിക്കുന്നത്? 135. 135. ഇത് 2013 LXi ആൾട്ടോ 800 LXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ, സിംഗിൾ ഓണർ വണ്ടിയാണ്. 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, സ്പെയർ ചാവി, സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടി. ഇത് നമുക്ക് ഫൈനൽ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 185 കൊടുക്കാം. 1,85,000 രൂപ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സീറ്റാണ് കിടക്കുന്നത്. ഡോർ പാഡൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളുണ്ട്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. സിംഗിൾ ഓണർ. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം. അവസാനം ആൾക്കാർ വന്ന് നോക്കുമ്പോൾ എല്ലാം സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈക്കോ 2011 വണ്ടി LX ആണ്. 5 സീറ്റ് ലൈഫ് ടാക്സ് വണ്ടി. AC ആണ്. AC 5 സീറ്റ് ലൈഫ് ടാക്സ്. ഓണർഷിപ്പ് 3. ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. റീപാച്ച് വർക്ക് ചെയ്യാത്ത വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. AC ഒക്കെ വർക്കാണ്. നമുക്ക് ഫൈനൽ റേറ്റ് 1,80,000 രൂപ. ഫിനാൻസ് അവൈലബിൾ ആണ് എല്ലാ വണ്ടിക്കും. പ്ലാറ്റ്ഫോമൊക്കെ ഒറിജിനാലിറ്റി കിടക്കുകയാണ്. പെയിന്റ് രണ്ടാം ചെയ്താണോ? അല്ലല്ല, പ്ലാറ്റ്ഫോം അടിച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോമും 2 ബമ്പറും അടിച്ചിട്ടുണ്ട്. ബോഡി കമ്പനി പെയിന്റ് ആണ്. സീറ്റ് കമ്പനി സീറ്റാണ് കിടക്കുന്നത്. രണ്ടാമത് പാച്ച് വർക്കോ തുരുമ്പോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. വാട്ടർ ചാനലെല്ലാം നല്ല നീറ്റാണ്. ഒരു റീപ്ലേസും ഇല്ല. എല്ലാം നല്ല നീറ്റ് വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഫിനാൻസ് ഓക്കെയാണ്. 1,15,000 രൂപ വരെ ഫിനാൻസ് കിട്ടും. എത്ര ചോദിക്കുന്നത്? ഇത് 1,80,000 ലാസ്റ്റ് കൊടുക്കാം. 1,15,000 ഫിനാൻസും കിട്ടും. ആ, റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ല. ഒന്നുമില്ല. ഇത് 12 മോഡല് സാൻഡ്രോ സിംഗ് ആണ്. 12 മോഡല്. ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 1-നകത്തേ ഓടിയിട്ടുള്ളൂ വണ്ടി. ലാസ്റ്റ് നമുക്ക് 1-നകത്ത് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ്. 1,20,000 രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മേറി കൊടുക്കാം. 11 മോഡല് 12 രജിസ്ട്രേഷൻ. സാൻഡ്രോ സിംഗ്. AC പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം ഉണ്ട്. വണ്ടി കാണാനും വലിയ വൃത്തിയാണ്. അതിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ആ രീതിയിലെല്ലാം വണ്ടി കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ബാക്ക് ടയർ ഇച്ചിരി മോശമാണ്. എത്ര ചോദിച്ചേ? 1,20,000 പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കും. 1,20,000. ആ, ബൊലേറോ 2011 XLX ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് വരുന്നതാണ്. വണ്ടി നല്ല ഹൈ ക്വാളിറ്റിയാണ്. ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. സെക്കൻഡ് ഓണറാണ്. കിലോമീറ്റർ 1,14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫൈനൽ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 3,40,000 കൊടുക്കാം. ഇൻഷുറൻസ് പുതിയതാണ്. 3,40,000. ലോണൊക്കെ എങ്ങനെയാണ്? ലോണ് നമുക്ക് 2,30,000 2.5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. 2.5 ലക്ഷം രൂപ വരെ ലോൺ എടുക്കാം. 11 സെക്കൻഡ് ഓണറാണ്. ഫ്രണ്ട് 2 പുത്തൻ ടയറുണ്ട്. 80%. ബാക്ക് 1 ടയർ മോശമാണ്. ഇത് എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? നമുക്ക് 1 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. 1,10 ഉണ്ടെങ്കിൽ ഇറക്കാം. മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജ് ഇത് 18 വരെ കിട്ടും. DI ഇഞ്ചനാ. 16 ആവറേജ് മൈലേജ് കിട്ടും. കിലോമീറ്റർ എന്താ ഓടിയെന്നാ പറഞ്ഞത്? കിലോമീറ്റർ 1,14,000. ഈ ടൈമിംഗ് ചെയിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ടൈമിംഗ് ചെയിന് ഇത് സെക്കൻഡ് ഓണറാണ്. ഒരു LIC ഓഫീസറുടെ വണ്ടിയാണ്. മാറിയിട്ടില്ല. ഇത് 1,15,000 ഇതിന് മാറണ്ട. ബൊലേറോയ്ക്ക് മാറണ്ട. ബൊലേറോ 2017 പവർ പ്ലസ് വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ZLX 2017 ZLX ഫുൾ ഓപ്ഷൻ വണ്ടി. പുത്തൻ വണ്ടി 11 ലക്ഷം രൂപയോളം വില വരുന്നതാണ്. ഇത് നമുക്ക് 6,90 ലാസ്റ്റ് കൊടുക്കാം. 54,000 കിലോമീറ്ററാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഡിജിറ്റൽ മീറ്റർ എല്ലാം വരുന്നതാണ്. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, മറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 54,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. ഫൈനൽ നമുക്ക് 6,90 ആ റേഞ്ചിനൊക്കെ കൊടുക്കാം. പിന്നെ എന്തെങ്കിലും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫിനാൻസ് മാക്സിമം 7 ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി ഹൈ ക്വാളിറ്റിയാണ്. ഷോറൂം കണ്ടീഷൻ വണ്ടി എന്ന് തന്നെ പറയാം. 5 പുത്തൻ ടയറുണ്ട്. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സെറ്റ് കാര്യങ്ങൾ, സെൻട്രൽ ലോക്ക് എല്ലാം ഉണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. കാണാനൊക്കെ കൊള്ളാം.
സ്റ്റെപ്പിനി ആണെങ്കിൽ അത്യാവശ്യം പുത്തൻ ടയർസ് എന്ന കാര്യങ്ങൾ കിടപ്പുണ്ട്. 2011 VXi ആണ്, മാരുതി വാഗണർ VXi വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വണ്ടി ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ബാക്ക് വൈപ്പർ, കാർ സ്റ്റീരിയോ എല്ലാം ഉണ്ട്. ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. 80,000 കിലോമീറ്റർ. വണ്ടിയൊക്കെ സെക്കൻഡ് ഓണർ. വൃത്തിയായിട്ടാണ് കിടക്കുക. വൃത്തി വണ്ടിയാണ്, നീറ്റ് വണ്ടിയാണ്, ഒരു പണിയില്ല. പിന്നെ അവർ ഓടിച്ച് നോക്കിയിട്ട് പണിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കും. നിലവിൽ റീപ്ലേസോ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. സെക്കൻഡ് ഓണറാണ്. 80,000 കിലോമീറ്റർ. ഇത് നമുക്ക് 2,20,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 2,20,000 കിട്ടത്തില്ലല്ലോ. ഏതാ ലോൺ കിട്ടും? 1.5 ലക്ഷം രൂപ വരെ കിട്ടും. ഇത് 2007 മോഡൽ 8 രജിസ്ട്രേഷൻ ഡീസലാണ്. LDI വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ. ആക്സിഡൻറ്റ് കാര്യങ്ങൾ റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി നല്ല നീറ്റാണ്, എല്ലാ ഭാഗവും നീറ്റാണ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം പൊട്ടലുണ്ട്, സ്ക്രാച്ച് ഉണ്ട്. അത് ഒറിജിനൽ ഗ്ലാസ് ആണ്. മാറണമെങ്കിൽ മാറിക്കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ അവർ മാറുന്നെങ്കിൽ അതിൻ്റെ പൈസ കുറച്ച് കൊടുക്കാം. ഇത് നമുക്ക് 28 വരെ പേപ്പറുണ്ട്. 2028 വരെ പേപ്പറുണ്ട്. ഫ്രണ്ട് 2 പുത്തൻ ടയറാണ്, റീപ്ലേസ് ഒന്നുമില്ല. ഈ ഫ്രണ്ടില് പവർ വിൻഡോസ് ഒക്കെ കയറ്റിയതല്ലേ? പവർ വിൻഡോ കയറ്റി. LXiക്ക് അങ്ങനെ വരത്തുള്ളൂ. VDക്കാണ് ഫുൾ പവർ വിൻഡോ വരുന്നത്. ഇത് നമുക്ക് ലാസ്റ്റ് 1,55,000 രൂപയാണ്. ഗ്ലാസ് മാറാതാണെന്നുണ്ടെങ്കിൽ 1,50,000 കൊടുത്തേക്കാം. 1,50. അല്ല, നീറ്റ് വണ്ടി. 28 വരെ പേപ്പറുണ്ട്. ഡീസൽ 20 പുറത്ത് മൈലേജ് കിട്ടും. ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇതാണ് പൊട്ടി എന്ന് പറയുന്ന ഗ്ലാസ്. ഫ്രണ്ട് ഗ്ലാസ് ഇതാണ് പൊട്ടിയത്. ഓവറോൾ നോക്കിയാലും വണ്ടി കാണാനൊക്കെ കൊള്ളാം. ഈ ഫ്രണ്ട് ഇവിടെ എന്തോ ഇവിടെ ഒരു ദ്വാരം, അവിടെ ഫോഗ് ലാമ്പ് അതിൻ്റെ ഇതുണ്ട്, കവറിങ് ഉണ്ട്. കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി 1.5. നമ്മുടെ ഈ പ്രദേശത്ത് മാറി മാറി പല സ്ഥലങ്ങളിലായി വർഷങ്ങളോളമായി മോട്ടോർ വാഹന രംഗത്ത് ഒരുപാട് പ്രവർത്തന പരിചയമുള്ള ആളെന്ന നിലയിലും സുഹൃത്തെന്ന നിലയിലും സത്യസന്ധമായി കാണുന്ന കാര്യങ്ങൾ നമുക്ക് പറയാമല്ലോ. ഒരു ഇടനിലക്കാരായ സാധാരണക്കാരായ ജോലിക്കാർ അവർ വന്ന് എപ്പോഴും സമീപിക്കുന്നത് ഇവിടുത്തെ വിലയാച്ച് കുറഞ്ഞ വിലയ്ക്ക് നല്ല വാഹനം കിട്ടുന്നു എന്നൊരു വസ്തുത. അത് അവർക്കും ബോധ്യപ്പെടുന്നതാണ്, വരുന്നവർക്കൊക്കെയും ഇവിടുത്തെ സമീപനത്തിൽ ബോധ്യപ്പെടുന്നതാണ്, നമുക്കും ബോധ്യപ്പെടുന്നതാണ്. ആ നിലയിൽ ഇദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ പൂർണ്ണമായും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന വില നിലവാരം സ്വീകരിക്കുകയും ഒരു സ്വന്തം സാധനത്തിന് അമിത വില ഈടാക്കിയിട്ട് വലിയ ഗുണഗണങ്ങൾ പറയുകയും ചെയ്യുന്നൊരു പതിവ് ഇല്ലാത്ത ആളും ഉള്ളതിനെക്കുറിച്ചുള്ളത് പറയുകയും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സാധാരണ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർ വന്നാൽ ശരിയാണെന്ന് പൂർണ്ണമായും പറയുന്നതും അത് വിഷയവും സത്യസന്ധമാണെന്ന് ബോധ്യപ്പെടുന്നൊരവസ്ഥ ഇദ്ദേഹത്തിലുണ്ട്. അപ്പോൾ വില കുറഞ്ഞ വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന അത്യാവശ്യം നല്ല വണ്ടികളുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ യൂസ്ഡ് വണ്ടിയാണ്, പഴയ വണ്ടിയാണ്. നിങ്ങൾ എടുക്കാൻ വരുമ്പോൾ നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് എടുക്കുക. പിന്നെ ഫസ്റ്റ് വീഡിയോ ആണ് ഇവിടെ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ വണ്ടികളുടെ ക്വാളിറ്റി ആ രീതിയിൽ നോക്കിയപ്പോൾ ബോഡി പോലും എനിക്ക് അധികം അങ്ങ് മോശമായ വണ്ടികളുണ്ടെന്ന് തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല വണ്ടികൾ തന്നെയാണ്. നമ്മളെ ഇഞ്ചോള ചേട്ടനൊക്കെ പോലത്തെ നല്ല വണ്ടികളായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിച്ചാണെന്ന് വിചാരിക്കുന്നു. കുറച്ച് വില കൂടിയ വണ്ടികളും കിടപ്പുണ്ട് പുള്ളിക്കാരൻ്റെ. പിന്നെ പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞ പോലെ 3-4 വണ്ടികൾ അല്ലാതെ കിടക്കുന്നു. പിന്നെ നിങ്ങളിപ്പോൾ ഒരു 2 ലക്ഷം രൂപയുടെ വണ്ടി എടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഈ ചേട്ടൻ്റെ കണ്ടതിൽ പോരാ, വേറെ വേണമെന്നാണ് തോന്നുന്നതെങ്കിൽ ഇദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പാർക്കാൻ സെയിലായിട്ടുള്ള വണ്ടികൾ ഏർപ്പാട് ചെയ്ത് തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ മോഹത്തിനൊത്തതും ഇഷ്ടപ്പെട്ടതുമായ വണ്ടികൾ അങ്ങനെയും വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.